ശ്രീകുമാർ, സുരേഷ് ഗോപിയും സുനിൽകുമാറും തമ്മിലാണോ മത്സരം ഇപ്പോ? അത് ബി.ജെ.പിയുടെ ഒരു സ്വപ്നം മാത്രം. ഇവിടെ മത്സരം നടക്കുന്നത്, കേരളത്തിൽ മത്സരം നടക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ്. 20 സീറ്റിലും മത്സരം നടക്കും. അതിനകത്ത് ബി.ജെ.പി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. നേരത്തെ അദ്ദേഹം ബി.ജെ.പിയുടെ പ്രതി സൂചിപ്പിക്കുകയുണ്ടായിരുന്നു, ശക്തൻ ബസ് സ്റ്റാൻഡിനോടത്തുള്ള ശക്തൻ മാർക്കറ്റിന്റെ നവീകരണം. അവിടെ ഒരു കുളത്തിന്റെ പ്രവർത്തനം രാജ്യസഭാ MP ഏറ്റെടുത്തു എന്നതാണ് വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റ് അവതാരിക പറഞ്ഞതുപോലെ കോളേജ് തെരഞ്ഞെടുപ്പിൽ കാണാറുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കുകൾ അല്ലാതെ മറ്റൊന്നും തൃശ്ശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി.ജെ.പിയുടെ രാഷ്ട്രീയക്കാരന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാണ്, തീരുമാനിക്കപ്പെട്ടതാണ്. ബി.ജെ.പിയുടെ പ്രതി സൂചിപ്പിക്കുകയുണ്ടായി, ജനരോഷം ഭയന്ന് പാർട്ടിക്കാർ മാറ്റി എന്നാണ് ടി.എൻ. പ്രതാപനെ കുറിച്ച് പറഞ്ഞത്. ടി.എൻ. പ്രതാപനെ മാറ്റുന്നത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി ചേർന്നിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കണ്ടുകൊണ്ടാണ് 2 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശൂർ പാർലമെന്റിന്റെ പ്രദേശത്ത് ഒരു കല്യാണത്തിന് വേണ്ടി പോലും വരുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് കെട്ടഴിച്ചു വിട്ടപ്പോഴാണ് ഐക്യ ജനാധിപത്യ മുന്നണി തങ്ങളുടെ സിറ്റിംഗ് MP മാറ്റുന്നത്. സിറ്റിംഗ് MP ഐക്യ ജനാധിപത്യ മുന്നണി മാറ്റുന്ന ആദ്യമായി ഈ തെരഞ്ഞെടുപ്പിലൊന്നും അല്ലല്ലോ.